പോലീസിന്റെ അതിഗംഭീര അന്വേഷണ മികവിന്റെ ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് ചിന്താവളപ്പിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ തിരഞ്ഞുപിടിച്ചു കേരള പോലീസ്. 5 അംഗ സംഘം കാറിലെത്തിയാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. മണിക്കൂറിനകം പോലീസ് പ്രതികളെ കണ്ടെത്തുകയായിരുന്നു. ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടിലെ തർക്കമെന്നാണ് പ്രതികൾ നൽകിയ മൊഴി. കഴിഞ്ഞ ദിവസം പുലർച്ചെ കോഴിക്കോട് ചിന്താവളപ്പിലുള്ള സ്വകാര്യ ഹോട്ടലിന് മുൻവശത്തു വെച്ചാണ് 5 അംഗ സംഘം കാറിലെത്തി കാരന്തൂർ സ്വദേശി ഷാജിദ് ബാബുവിനെ തട്ടിക്കൊണ്ടുപോയത്. ഷാജിദ് ബാബുവിനൊപ്പം സുഹൃത്തുക്കളായ PK ജിഷ്ണു, M സഫാൻ എന്നിവരും ഉണ്ടായിരുന്നു. ജിഷ്ണുവിനെ സംഘം മർദ്ദിച്ചു. സഫാന്റെ മൊബൈൽ തട്ടിയെടുത്തു. ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി ഷാജിദിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് കാർ നീങ്ങിയത് കൊണ്ടോട്ടിയിലേക്കാണെന്ന് മനസ്സിലാക്കി. പിന്നാലെ കൊണ്ടോട്ടി പോലീസ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതികൾക്കായി അലഞ്ഞു. ഒടുവിൽ മുതവല്ലൂര് വെച്ച് പ്രതികൾ പിടിയിലായി. സഞ്ചരിച്ച വാഹനവും ആയുധങ്ങളും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മഞ്ചേരി വക്കത്തൊടി മുഹമ്മദ് കൽസാഹ, ഇരുവെട്ടി സ്വദേശി അൽഫയാദ്, ചേളാരി സ്വദേശി ഷംസുദ്ദീൻ, പുളിക്കൽ ചുണ്ടാമ്പലത്ത് മുഹമ്മദ് നിഹാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഷാജിത്ത് പണം തിരിച്ചു നൽകാനുണ്ടെന്നും അത് ലഭിക്കാത്തതാണ് തട്ടിക്കൊണ്ടുപോകാൻ കാരണമെന്നും പ്രതികൾ മൊഴി നൽകി. 10 ലക്ഷം രൂപയുടെ അനധികൃത ഇടപാട് നടന്നെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ പിടികൂടാനായി കൊണ്ടോട്ടി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ 4.5 മണിക്കൂറാണ് പോലീസ് അലഞ്ഞു തിരിഞ്ഞു നടന്നത്. സൈബർ സെല്ലും ട്രാഫിക്കും കൃത്യമായി വിവരങ്ങൾ നൽകി. സാമ്പത്തിക ഇടപാടിലെ തർക്കം മൂലം കോഴിക്കോട് ജില്ലയിൽ 2 മാസത്തിനുള്ളിൽ 3ാമത്തെ കേസാണ് രജിസ്റ്റർ ചെയ്യുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.